ഓക്കെ ഞാൻ പറഞ്ഞ 50 മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. 50 മേടിക്കാൻ തന്നെ മേത്തൊന്ന്. അപ്പൊ ഈ 50 ബലൂൺ വേണം അല്ലെങ്കിൽ 1 ബലൂൺ വേണം? അതെ 50 ബലൂൺ മേടിച്ചു തരും. 50 ബലൂൺ നീ അത് പൊട്ടിച്ചാൽ ഉറപ്പാ. ഞാൻ നിന്നെ കൂട്ടിട്ട് പോയിട്ട് മണിക്കാം ഉറപ്പാ. പക്ഷെ അത് ഇക്കാക്കാരെ മേത്ത് കൊള്ളണം. അത് കൊള്ളണം. കൊണ്ടിട്ടേക്ക് മേടിച്ചല്ലേ അങ്ങനെ ഒരുമിച്ച് തന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടോ. അത് സലു എങ്ങനെയാ കൊളിക്കോളിക്കോ നീ സെൽവനേത് ഉറപ്പാ? സെൽവ സെൽവ നോക്ക് ഉറപ്പാ. എന്നാ ചെറുത് കൊള്ളിക്ക് സൽവ സൽവ ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഞാൻ കൊള്ളിച്ചില്ലെങ്കിൽ ഉപ്പ് ബലൂൺ വെച്ചല്ലേ? എത്ര ബലൂണിക്ക് വേണ്ടേ? അത് പുട്ടു 4 50 വേണ്ടേ? 4 മതിയാ? എന്ത് ഏതാണ്ടാ പൊട്ടിക്കല? 4 50 വേണ്ടേ? 50. പക്ഷെ എന്താണ് കണ്ടീഷൻ? അതെ എന്ത് ആരെ വേത്ത് ഉറപ്പായി കൊള്ളിക്കോ? എന്നാ റെഡി മാറ്റു. നിന്റെ ടാസ്ക്കാണ് സൽവന്റെ ടാസ്ക്കാണ്. സൽവ ഇക്കാക്കാന്റെ മേലെ ആ വാട്ടർ ബലൂൺ കൊള്ളിക്കണം. ഈ ബലൂൺ ഇക്കാക്കാന്റെ മേത്ത് കൊണ്ട് പൊട്ടിയാൽ 50 ബലൂൺ. ആ ആരെറിഞ്ഞാലും സാറില്ല. സൽവ സലുവിന്റെ മേത്ത് കൊള്ളിച്ചാൽ 50 ബലൂണേ. ഓക്കെ ഡീൽ? ഓക്കെ 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 സൽവ ഓക്കെ പറ. അന്നറി റെഡി 1 2 3 സ്റ്റാർട്ട്. രണ്ടാക്കും ഞാൻ സൽവക്ക് ബലൂണും മേടിച്ചല്ലേ സലുവിനെ ഒന്നും മുട്ടായൊന്നും മേടിച്ചല്ലേ? ഓക്കെ സൽവ ഓക്കെ. ആ നീ ജയിച്ചാ നീ പറയുന്ന മുട്ടായി. നീ എന്നാ എങ്ങനെ ജയിക്കാ? സൽവന്റെ മേത്ത് വിളിക്കലാ? സൽവ എന്നയ്യാ കൊണ്ടിട്ടില്ലെങ്കിൽ ആ ഇല്ലേ കേട്ടാ? അപ്പൊ റെഡി സ്റ്റാർട്ട് ഗോ. അങ്ങനെ ഒന്നുമില്ല, രണ്ടാളെ അടുത്തടുത്ത് പോറാ. സൽവ അടുത്ത് പോ. സൽവക്ക് വെറും വാങ്ങാൻ പറ്റാ. സൽവ പോയി കൊള്ളി കയറി മേത്തറിയോ അടുത്തേക്ക് പോയാലോ? അതെല്ലാം പിന്നെ നോക്കിട്ടോണ്ട് അടുത്തേക്ക് പോ. സമയമില്ലേ അങ്ങനെ നിൽക്കുന്നു. അതാ ഗൈസ് വീണ്ടും സൽവ പുറത്തേക്ക് എറിഞ്ഞു. ഇപ്പൊ സലുവാണ് ഇനി അടുത്തത്. എന്നെ സൽവാൻ അടുത്തത് സലു ആര് നേരത്തെ മുട്ടിന് ആര്? ഹലോ ഗൈസ് ഇതാ ഇപ്പൊ സൽവ ഇപ്പൊ ഇല്ല രണ്ടാം സൽവ വെച്ചത് കൊണ്ടിനി പക്ഷെ പൊട്ടിയത് പുറത്തുനിന്നാ. അതെ എങ്ങനെ അപ്പൊ ആരാ ജയിച്ചത്? നീ ഈ തോറ്റ് മേത്തോണ്ടിന് ബോൾ ബലൂൺ പൊട്ടണ്ടേ? ആ വെള്ളം ഫുള്ള് മേത്താക്കണ്ടേ? അല്ല സൽവ നിന്റെ മേത്തായിട്ടല്ല ഒന്നുകൂടി കളിക്കുന്ന. ഹലോ ഗൈസ് ഇതാ രണ്ടാളെ തോറ്റിരിക്കുന്നത്. ഇവർ കളിക്കാനല്ല ഗൈസ്. ലാസ്റ്റ് പെട്ടെന്ന് നീ ഫൗളടിക്കണം. കാക്കാനെ മേത്ത് നോക്കിട്ട് എറിയണം. അല്ല ഗൈസ് ഇവർക്ക് മടിയാണ്. നീ അങ്ങോട്ട് നോക്ക്. സൽവാൻ എങ്ങനെ കാക്കാന്റെ മേത്ത് എറിയണോട്ടോ? കാക്കാൻ തലമണ്ട നോക്കിട്ട് എറിയും. ഓക്കെ ഇവളെ കൊണ്ടാവട്ടെ ഗൈസ്. ഇത് ഫൗളാണ്. ഇത് മതി കൊണ്ടാ മതി പൊട്ടിയില്ലെങ്കിൽ സാധനം ചലു ഏതാ സാധനം ഓൻ എന്തെങ്കിലും അറിയാം. ഓക്കെ ചെറുതാക്കി കൊണ്ടുവന്നു. ചെറുതാക്കിയാൽ എങ്ങനെ പൊട്ടാൻ റിസ്ക് അല്ലേ? ഓനിട്ട് ഓന്റെ വലുത് ഓന്റെ മേ പൊട്ടാൻ വേണ്ടിട്ട് അൽവാ എങ്ങനെ കാക്കാൻ മേത്ത് കൊടുക്കാൻ വേണ്ടി. ഓക്കെ അറിയോ? ഓക്കെ ഇത് എന്നെ ചെറുതാണ്. ഇനി കളിയില്ല, ഇത് ലാസ്റ്റ് ആണ് ഫൈനൽ. ഇത് തോറ്റാൽ സൽവ നിന്റെ 50 ബലൂൺ പോകും. സലുവിന്റെ ഇത് പോകും. മേത്ത് വെച്ച് കുടിച്ചാൽ വേണ്ടേ? നിനക്ക് മേ കുടിച്ചാൽ വേണ്ടേ? ബലൂൺ കേട്ടോ സൽവക്ക് 50 സലുവിന്റെ ആയിരം നോക്കാം ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഒന്നല്ല ആരാഴ്ച കൊള്ളിക്കലേ നോക്കാം ഗൈസ്. എന്തേ നീ ഇല്ലാതെ നീ തോറ്റ് തോറ്റാ പിന്നെ ഉണ്ട്. നീ എന്നെ ആടെ പോയിട്ട് പേടിക്കുക. ആ സൽവ നിക്കാക്കാന്റെ പേടിക്ക് അതെ അത് ഒളിച്ചോണ്ട് ഇവള് പൗള കളിക്കുന്നത് ഗൈസ്. സൽവ അത് ശരിയാവില്ലേ? നീ ആടെ പോയിട്ട് നീ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. ഓനറിയുമ്പോ അതല്ല ആ ബലൂൺ ഓനെ കിട്ടൊക്കെ എറിഞ്ഞില്ലല്ലോ. അതെ വേപ്പോ ആടെ പോ. ആ സലുവിന്റെ ബലൂണെ നിക്ക് ഹലോ ഗൈസ് അടുത്തടുത്ത് സൽവ അടുത്തടുത്ത് സൽവ ഓടുന്നുണ്ട് ഗൈസ്. അത്ര ദൂരം നിനക്ക് പൗള നീ ചെയ്തത് പൗളാണ്. നീ ഓളെ തല മണ്ടക്ക എറിഞ്ഞത്. ഞാൻ ഇവിടെ കാലിന്റെ അടിയിൽ എറിയാനാ പറഞ്ഞത്. മുട്ടിന്റെ അല്ല സൽവ ഓൻ കളിച്ച പൗളല്ലേ? നീ പറയുന്നത് നിന്റെ തലക്കല്ല എറിഞ്ഞത്. ഒന്ന് ആരെ പൗള വെച്ചത്? അവിടെ ഒന്നും മേടിച്ചു കൊടുക്കണ്ടല്ലോ. മേടിച്ചു കൊടുക്കണം. നോക്കിയ തല മണ്ടക്കന്നെ പാവന്റെ മോള് തോർത്തെടുക്ക്. ചലോ ഇത് വേറെ പൗള. നീ പൗള എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഒന്നും തരാൻ കഴിയും. കാരണം ഒന്നാമത് നീ ഇങ്ങനെ അടുത്ത് നിറഞ്ഞു ഇങ്ങനെ മുറ്റത്ത് നിറഞ്ഞു അത് പൗളാണ്. കുറച്ച് ദൂരം വേണം ആ ഒരു ബോൾ. പിന്നെ നീ ഒരാളിങ്ങനെ മുറ്റത്ത് തൊടുന്നെടുക്കുന്ന പോയിട്ട് എറിഞ്ഞാൽ പിന്നെ കൊള്ളൂലേ? നീ ചെയ്തത് പൗള തന്നെയാണ്.
ഹലോ ഗൈസ്.